അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രിംഗ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. എന്താണ് സ്ട്രിംഗ് മാനിപ്പുലേഷൻ എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു വെബ്സൈറ്റിൽ നിങ്ങൾ ഒരു ലോഗിൻ പേജ് അല്ലെങ്കിൽ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഫസ്റ്റ് നെയിം അടിക്കുകയാണ്, പിന്നെ ശേഷം സെക്കൻഡ് നെയിം അടിക്കുകയാണ്. എന്നിട്ട് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ചേർന്ന് വരുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു കേസിൽ ഇപ്പോൾ ഒരു പരിവാഹൻ പോലുള്ളൊരു വെബ്സൈറ്റിൽ നിങ്ങളൊരു വണ്ടി നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ വണ്ടി നമ്പർ അടിക്കുമ്പോൾ സ്മോൾ ലെറ്ററിൽ അടിച്ചത് ക്യാപിറ്റൽ ലെറ്ററിൽ വരുന്നതാണ്. ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിൻ്റെ പറയുന്ന പേരാണ് സ്ട്രിംഗ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കൊരു ലെറ്റർ, അതായത് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ള കേസിലാണ് നമ്മൾ സ്ട്രിംഗ് മാനിപ്പുലേഷൻ യൂസ് ചെയ്യുക. അത് അപ്പർ കേസിൽ, ലോവർ കേസിൽ, അങ്ങനത്തെ ഓരോരോ കേസിലാണ് നമ്മൾ സ്ട്രിംഗ് മാനിപ്പുലേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ നിങ്ങൾക്കൊരു വേർഡ് മാറ്റണമെങ്കിൽ, ഒരു വേർഡ് ചേഞ്ച് ചെയ്യാൻ, റീപ്ലേസ് ചെയ്യാൻ, അങ്ങനത്തെ ക്യാരക്ടർ ഒക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് സ്ട്രിംഗ് മാനിപ്പുലേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം സ്ട്രിംഗ് മാനിപ്പുലേഷൻസ് എങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ സ്ട്രിംഗ് എല്ലാവരും പഠിച്ചല്ലോ, സ്ട്രിംഗ് എന്താണ്, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് എന്താണെന്ന്. അപ്പോൾ ആ സ്ട്രിംഗ് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ നമ്മുടെ ഫോൾഡറിൽ ഒരു manipulation.py എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത്, നിങ്ങൾക്ക് എന്ത് ഫയൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു manipulation.py എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ആദ്യമായിട്ട് ഒരു സ്ട്രിംഗ് മാനിപ്പുലേഷൻ മെത്തേഡ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഒരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് റോടെക്. അപ്പോൾ ഫസ്റ്റ് നെയിം എന്താണെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയബിളാണ്. ഓക്കെ, സ്റ്റോറേജ് സ്പേസ് ആണെന്ന് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി സെക്കൻഡ് നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാലിക്കറ്റ് എന്ന് കൊടുത്തു. ഇനി ഞാൻ പ്രിൻ്റ് ഒന്നുമില്ല, ഫസ്റ്റ് നെയിം പ്ലസ് സെക്കൻഡ് നെയിം അടിക്കുന്നു. ഫസ്റ്റ് നെയിം പ്ലസ് സെക്കൻഡ് നെയിം എന്ന് അടിക്കുന്നു അല്ലേ. ഇത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു വെബ്സൈറ്റിലാണ് നിങ്ങൾ അടിക്കുന്നതെന്ന്, നിങ്ങൾ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം അടിക്കുന്നതെന്ന്. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്കൊരു അത് ഒറ്റ ലൈനിൽ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഔട്ട്പുട്ട് റൺ ചെയ്തപ്പോൾ റോടെക് കാലിക്കറ്റ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ സ്പേസ് ഒന്നും ഇല്ലാണ്ടാണ് വന്നത്. അപ്പോൾ അതിന് സ്പേസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലസ്സും കൂടെ ആഡ് ചെയ്യും, എന്നിട്ട് ഒരു എംറ്റി സ്പേസും ആഡ് ചെയ്യും, എന്നിട്ട് റൺ ചെയ്ത് നോക്കണം. അല്ലേ, റോടെക് കാലിക്കറ്റ് എന്ന് പറഞ്ഞു വന്നു. ഇനി നമുക്ക് വേറൊരു സ്ട്രിംഗ് മാനിപ്പുലേഷൻ മെത്തേഡ്സ് നോക്കാം. അപ്പോൾ ഇതെല്ലാവരും പഠിച്ചല്ലോ. ഇനി വേറെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു വേർഡ് ഞാൻ റോടെക് മാത്രം എടുക്കുകയാണ്. റോടെക് മാത്രം എടുത്തു. അപ്പോൾ ഇനി ഇത് എനിക്കൊരു അപ്പർ കേസ് ആക്കണം അല്ലെങ്കിൽ ലോവർ കേസ് ആക്കണം. അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ വേറൊരു സ്ട്രിംഗ് മാനിപ്പുലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വേണമെങ്കിൽ വേറെ വേരിയബിളിലാക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ വേറൊരു വേരിയബിളിലേക്ക് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഞാൻ റിസൾട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് കൊടുത്തിട്ട് ഫസ്റ്റ് നെയിം ഡോട്ട് അപ്പർ അടിച്ചു. അപ്പർ ഡോട്ട് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കണ്ടല്ലോ, ഇതൊക്കെ മെത്തേഡ്സാണ്, സ്ട്രിംഗ് മാനിപ്പുലേഷൻ മെത്തേഡ്സാണ്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ അപ്പർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ റിസൾട്ട് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് നെയിമിനെ അപ്പർ ആക്കിയിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിൽ എടുത്ത് വെച്ചു. ഇനി റിസൾട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ആണല്ലേ, അടിയിൽ റോടെക് എന്ന് പറഞ്ഞത് അപ്പർ കേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രിംഗ് മാനിപ്പുലേഷനിൽ അപ്പർ കേസാണ് പഠിച്ചത്. ഇനി സപ്പോസ് ഇത് ലോവർ, ചിലത് അപ്പർ കേസിലുണ്ട്, ചിലത് ലോവർ കേസിലുണ്ട്. അങ്ങനത്തെ കേസിൽ എനിക്ക് എല്ലാം ലോവർ കേസിലാക്കണം അല്ലേ. ഇതൊക്കെ ചില 2 ലെറ്റേഴ്സ് അപ്പർ കേസിൽ, അല്ലെങ്കിൽ ഫുൾ ലെറ്റേഴ്സ് അപ്പർ കേസിലാണെങ്കിൽ അപ്പറിന് പകരം നമ്മൾ ലോവർ വിളിച്ചാൽ മതി. ആണല്ലേ, എല്ലാ ലെറ്റേഴ്സും ലോവർ കേസിലായി. അപ്പോൾ ഇതുപോലെ കുറേ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ, റീപ്ലേസ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് സ്ട്രിംഗ് മാനിപ്പുലേഷൻ മെത്തേഡ്സ് പറയുന്നത്. നമ്മൾ 3 സ്ട്രിംഗ് മാനിപ്പുലേഷൻ മെത്തേഡാണ് ഇവിടെ പഠിച്ചത്. ഒന്നാമത്തെ എന്താണ്, നമ്മൾ അപ്പർ കേസിൽ കൺകാറ്റിനേഷൻ ആണ് പഠിച്ചത്. ഫസ്റ്റ് 2 നെയിം നമ്മൾ ചേർത്തിട്ട് ഒറ്റ സിംഗിൾ നെയിമാക്കി മാറ്റുക, പിന്നെ അപ്പർ കേസ് അതിലേക്ക് കൺവേർട്ട് ചെയ്യുക, പിന്നെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ,
അപ്പോൾ നമ്മളിത് പഠിച്ചു. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് അരിത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ ഇൻറ്റിജർ എന്താണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഇൻറ്റിജർ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കാൽക്കുലേറ്റർ ആണെങ്കിൽ ഒരു കാൽക്കുലേറ്റർ പ്രൊജക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ബില്ലിംഗ് സിസ്റ്റത്തിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മൈനസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അഡീഷൻ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഓപ്പറേഷൻസ് ആണ് അരിത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുകയെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ അരിത്തമാറ്റിക് .py അങ്ങനെ ഇഷ്ടമുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അരിത്തമാറ്റിക് .py എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഫയലിൽ ഞാൻ ഒരു വേരിയബിൾ ചെയ്യാണ്. ഒരു വേരിയബിൾ എ എന്ന് പറഞ്ഞൊരു 10, ബി എന്ന് പറഞ്ഞൊരു 20 കൊടുത്തു. അപ്പോൾ ഇതിൽ വേരിയബിൾ എയും ബിയും ആണ് അല്ലേ. ഇനി പ്രിൻ്റ് എ പ്ലസ് ബി കൊടുത്തു. അപ്പോൾ എ പ്ലസ് ബി കൊടുത്താൽ എന്താ, എയും ബിയും ആഡ് ചെയ്ത് തരും അല്ലേ. എയും ബിയും ആഡ് ചെയ്തിട്ട് 30 വന്നിട്ടുണ്ട്. ഞാനിത് ടെർമിനലിൽ ക്ലിയർ ചെയ്ത് തരാം. ഇതാണ് അരിത്തമാറ്റിക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സബ്സ്ട്രാക്ഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അഡീഷൻ ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ അഡീഷൻ ചെയ്തു. അപ്പോൾ ഞാൻ ഇത് അഡീഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡബിൾ കോട്ടിൽ അഡീഷൻ എന്ന് പറഞ്ഞൊരു ചെയ്തു. അഡീഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ടൊരു കോമ ഇട്ട് കൊടുക്കണം. കാരണം അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ട്രിങ് ആണ്. നമ്മൾ കാണിച്ചു കൊടുക്കുക യൂസർക്ക് ഇത് അഡീഷൻ്റെ റിസൾട്ട് ആണെന്ന് പറഞ്ഞ് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഡബിൾ കോട്ടിൽ അഡീഷൻ എന്ന് കൊടുത്ത്. എന്നിട്ട് കോമ ഇട്ടിട്ട് മറ്റേൻ്റെ ഓപ്പറേഷൻസ്, ആ രണ്ട് വേരിയബിൾ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അഡീഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, അഡീഷൻ്റെ റിസൾട്ടാണ് 30 എന്ന് പറഞ്ഞ് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ഇത് ഡബിൾ കോട്ടിലിട്ടാൽ എന്താണ് സംഭവിക്കുകയെന്ന്. അപ്പോൾ ഞാൻ സപ്പോസ് ഇതൊരു ഡബിൾ കോട്ടിലിട്ടു ഉണ്ടല്ലോ, ഡബിൾ കോട്ടിലിട്ടു. അപ്പോൾ ഡബിൾ കോട്ടിലിട്ടാലും സെയിം 10, 20 തന്നെ വരിക. പക്ഷേ എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, ഡബിൾ കോട്ടിൽ എന്ത് ചെയ്താലും അത് സ്ട്രിങ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ സിസ്റ്റം അത് സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അഡീഷൻ എന്ന് പറഞ്ഞിട്ട് എ പ്ലസ് ബി ഞാൻ കൊടുത്തു. ഇനി റിസൾട്ട് എന്താ വരിക നോക്കുക. കണ്ടല്ലേ, 10, 20 എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അത് സ്ട്രിങ് പോലെ നമ്മൾ ഇത് ചെയ്യുക. സ്ട്രിങ് മാനിപ്പുലേഷനാണ് അവിടെ നടന്നത്. സ്ട്രിങ് രണ്ടെണ്ണം ചേർക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് ഡബിൾ കോട്ട്. എന്താണ്, ഇൻറ്റിജേഴ്സിന് ഡബിൾ കോട്ട് ഇല്ലാതെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അഡീഷൻ ചെയ്തു. ഇതേപോലെ തന്നെ നമുക്ക് സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ചെയ്യാം. അഡീഷൻ മാറ്റിയിട്ട് സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, നമ്മൾ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അഡീഷൻ്റെ റിസൾട്ട് വന്നു, സബ്സ്ട്രാക്ഷൻ്റെ റിസൾട്ട് വന്നു, മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ട് വന്നു, പിന്നെ ഡിവിഷൻ്റെ റിസൾട്ടും വന്നു. ഇതാണ് എന്താണ് അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഓപ്പറേറ്റേഴ്സ്, നമ്മൾ പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ, ഡിവിഷൻ്റെ സിമ്പിൾ, ഇതൊക്കെയാണ് അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്തല്ലോ, അഡീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 30 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തല്ലോ. ഇത് അഡീഷൻ്റെ റിസൾട്ടാണ്, സബ്സ്ട്രാക്ഷൻ്റെ റിസൾട്ടാണ്, മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ടാണ്, ഡിവിഷൻ്റെ റിസൾട്ടാണെന്ന് പറഞ്ഞ് കൊടുത്തല്ലോ. ഇത് വേറെ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ, ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് വേറെ രീതി ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഫോർമാറ്റിംഗ് മെത്തേഡ് ഉണ്ട്. എഫ് ഇട്ട് കൊടുക്കുക മുന്നിൽ, എന്നിട്ട് ആ ഡബിൾ കോട്ട് പുറത്തേക്ക് കൊടുക്കുക. എന്നിട്ട് ഏതാണോ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ആ കേസിൽ അത് നമുക്കൊരു കേളി ബ്രേസ് കൊടുക്കുക അവിടെ. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണലി യൂസ് ചെയ്യാറ്. ഓക്കെ, നിങ്ങൾക്ക് മറ്റേ രീതി ചെയ്യാം, പഴയ രീതി ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ എപ്പോഴും ചെയ്ത് ശീലിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് ശീലിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മൾ എന്താണ് എഫ് എന്ന് പറഞ്ഞൊരു ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താണ് നമ്മൾ ഡബിൾ കോഡ്സ്, എൻ്റെയർ ആ കോഡിന് ഡബിൾ കോഡ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വേരിയബിൾ
വേരിയബിൾ കാണിക്കാനോ അല്ലെങ്കിൽ വേരിയബിൾ ഓപ്പറേറ്റ് ചെയ്യാനോ ഉള്ള കേസിലൊക്കെ, അതായത് നമ്മൾ കോമ ഇട്ട് കൊടുത്ത സംഭവം ഇതിൽ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കൊടുക്കുക ആണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്, സ്ട്രിങ് മാനിപ്പുലേഷൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.